ഹായ്, ഇന്ന് പാലക്കാടുണ്ടായ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം. അതിലൊരു വയസ്സായ അമ്മ അവരെ വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയത്ത്, ഒരു വൈകിട്ടിരിക്കുന്ന സമയത്ത് ബാക്കിലൂടെ വന്ന് അവരുടെ കഴുത്തിലുള്ള മാല മോഷ്ടിച്ചു കൊണ്ടുപോവാണ്. ഇത് ഇന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായ വാർത്തയാണ്. 24 മണിക്കൂർ ആവുന്നേ ഉള്ളൂ ആ വാർത്ത പുറത്തെത്തിയിട്ട്. ആ വാർത്ത വന്ന ശേഷം അതിന് താഴെയുള്ള കമൻറ്റുകളിൽ ചിലത് ഞാൻ ഊഹിച്ചു ഇങ്ങനത്തെ ഒരു കമൻ്റ് ഉണ്ടാവുന്നു. കൃത്യമായി അടുത്തൊരു കമൻ്റ് വന്നു. എന്തിനാണ് ഇത്തരത്തിലുള്ള മാല ഇട്ട് ആ വീട്ടിലിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലുള്ള ചോദിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. അതായത് സ്വന്തം വീട്ടിൽ നമ്മളെ എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുമെന്ന് കരുതുന്ന വീട്ടിൽ അവനവൻ്റെ സ്വകാര്യമായിട്ടുള്ളൊരു ഇടത്തിൽ ഒരു സ്വർണ്ണമാല, ചെറിയൊരു സ്വർണ്ണമാല ഇട്ടിരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത തരത്തിൽ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അത്രയും പേടിച്ച് നമ്മൾ കഴിയണമെന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെന്നാണ്. ഇതിനെ നമുക്ക് പറയാവുന്നത്, അവിടെ നഷ്ടമൊക്കെ സംഭവിച്ചത്, അമ്മയ്ക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായത് ആ അമ്മയ്ക്കും ആ വീട്ടിലുള്ളവർക്കുമാണ്. അവര് പിന്നെയും കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള, എന്നാൽ പെട്ടെന്ന് നമുക്ക് തോന്നൂല ആര് കുറ്റപ്പെടുത്തുകയാണെന്ന്, ഒരു നല്ലൊരു ഉപദേശം കൊടുക്കുന്ന മാതിരിയാണ്. പക്ഷെ അത് അവർക്ക് ഏൽപ്പിക്കുന്ന മാനസികാഘാതം എന്തായിരിക്കും? നമ്മൾ സ്വന്തമായിട്ട് സുരക്ഷിതമായി ഇരിക്കുന്ന ഒരു സ്ഥലത്ത് കൂടി നമുക്ക് സംരക്ഷണമില്ല എന്നുള്ള തോന്നൽ, അല്ലെങ്കിൽ അവിടെയും കൂടി നമ്മൾ പേടിച്ച് കഴിയണം എന്നുള്ളത് ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാക്ക് ഇങ്ങനെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഇതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, അതായത് റേപ്പ് വിക്ടിംസും അവരുടെ വസ്ത്രധാരണവും. അതായത് ലൈംഗികമായോ അല്ലെങ്കിൽ ശാരീരികമായോ ലിംഗഭേദമന്യേ സ്ത്രീയോ പുരുഷനോ ആരും ആയിക്കോട്ടെ, ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, അവർക്കെതിരെ ഇടുന്ന ആക്രമണം, അതിൻ്റെ സാഹചര്യത്തിലും ഇതേപോലെയുള്ള കുറ്റപ്പെടുത്തുകൾ ആ ഇരയാക്കപ്പെട്ട വ്യക്തി പിന്നെയും, അല്ലെങ്കിൽ അതിജീവിക്കുന്ന വ്യക്തി പിന്നെയും നേരിടേണ്ടി വരാറുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് വസ്ത്രധാരണത്തെക്കുറിച്ച്. നീ എന്തിനാ സമയത്ത് ആ വസ്ത്രം ധരിച്ചുകൊണ്ട് അവിടെ പോയി എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. അതിന് എതിരെ നടന്ന ഇതൊരു തെറ്റായ കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ഇതൊരു തെറ്റായ ചിന്താഗതിയാണ്, അല്ലെങ്കിൽ അതിജീവിക്കുന്ന വ്യക്തിയെ പിന്നെയും താഴോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ, അയാളെ പിന്നെയും തളർത്തുന്ന രീതിയിൽ, അവരെ പിന്നെയും തളർത്തുന്ന രീതിയിലുള്ളൊരു വാക്കുകളാണ് എന്ന് തെളിയിക്കുന്നതിനായിട്ട് ഇത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ അതിക്രമം നേരിടുന്ന സമയത്ത് ഈ വ്യക്തികൾ ധരിച്ചിരുന്ന വസ്ത്രം എന്തായിരുന്നു എന്ന് കാണിക്കുന്നതിനൊരു എക്സിബിഷൻ നടന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ഇനിയിപ്പോൾ, അതിൻ്റെ ഫോട്ടോസാണ് നിങ്ങൾ ഇനിയിപ്പോൾ ഈ സൈഡ് വീഡിയോൻ്റെ ഒപ്പം നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ചെറിയ കുട്ടികളുണ്ട്, മുതിർന്ന ആൾക്കാരുണ്ട്. വളരെ മാന്യമായിട്ടുള്ള വസ്ത്രമാണെങ്കിൽ കൂടി, അല്ലെങ്കിൽ ചെറിയ കുട്ടികളിലേക്കെതിരെ ആക്രമണം നേരിടുന്നത് വസ്ത്രം നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ പ്രായം ചെന്നവർക്കെതിരെ വസ്ത്രം നോക്കിയിട്ടാണെന്നൊക്കെ പറയുമ്പോൾ അതിലുള്ള ബുദ്ധിശൂന്യത ഒന്ന് ആലോചിക്കേണ്ടതാണ്. അപ്പോൾ ധരിക്കുന്ന വസ്ത്രമോ നിങ്ങൾ എവിടെയാണ് എന്നുള്ളതോ എങ്ങനെ എപ്പോൾ പോയി എന്നുള്ളതൊക്കെ ബാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇടയാക്കുന്നത്, ഇത്തരത്തിലുള്ള പീഡനത്തിന് ഇടയാക്കുന്നത് ആ കുറ്റം ചെയ്യുന്ന വ്യക്തിയുടെ, അത് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയുടെ മനോഭാവമാണ്, അല്ലെങ്കിൽ അയാളുടെ മാനസിക സ്ഥിതിയാണ്, അല്ലെങ്കിൽ അയാളുടെ ചിന്താഗതിയാണ്. അതൊരിക്കലും ആ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ നിന്ന്, അല്ലെങ്കിൽ ആ ക്രൂരകൃത്യത്തിൽ നിന്ന് മറികടന്നു വരുന്ന വ്യക്തിയുടെ ഭാഗമല്ല, അയാൾക്ക് അതിലുള്ള പങ്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ക്രിമിനൽ അല്ലെങ്കിൽ ക്രൂരകൃത്യത്തിൽ നിന്ന് മറികടക്കുന്ന ആൾക്കാരെ അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് വാക്കുകൾ കൂടി നമുക്ക് സാധിക്കുന്ന ഒന്നാണ്. അതിലൊന്നാണ് ഇത്തരത്തിലുള്ള വിക്ടിം ബ്ലെയിമുകൾ, കുറ്റപ്പെടുത്തുകൾ, പരോക്ഷമായി ഉപദേശം എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്ന വാക്കുകൾ ഒഴിവാക്കി അത് ആ വ്യക്തി, ആ കുറ്റം ചെയ്ത വ്യക്തിയിലാണ്, അയാളാണ് കുറ്റക്കാരൻ, നിങ്ങളല്ല, നിങ്ങൾക്ക് ഇവിടെ സംരക്ഷണം നൽകുന്നതിന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മറികടക്കുന്നതിന് എല്ലാവരും ഒപ്പമുണ്ട് എന്ന തരത്തിൽ പറയുന്നതിനും അത് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുന്നതിനുമുള്ള ഒരു സമൂഹമായി നമ്മൾ മാറേണ്ടതുണ്ട്, ഞാനടക്കം മാറേണ്ടതുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള വാക്കുകളിൽ നിന്നാവട്ടെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ നിന്ന് ചെയ്യുന്ന കമൻറ്റുകളിൽ നിന്നുള്ള മാറ്റങ്ങളാവട്ടെ നമുക്ക് അതിന് തുടക്കം എന്നുള്ള രീതിയിൽ കൊടുക്കാൻ സാധിക്കുന്നത്.
അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ. ഇറ്റ്സ് മീ കാർത്തിക്.